ബിൽക്കിസ് ബാനു കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. ശിക്ഷാവിധി ഇളവ് ചെയ്ത ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കി. പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്നും സുപ്രീം കോടതി വിധിച്ചു. 11 പ്രതികളും തിരികെ ജയിലിലേക്ക് മടങ്ങണം. മുറിവേൽപ്പിച്ച് മനുഷ്യരെ ഉയർപ്പിക്കാനാവില്ല എന്ന് ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യരുടെ വിധിവാചകം ഉദ്ധരിച്ചാണ് ജസ്റ്റിസ് ബി എൻ നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റെ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത്. വിധിയിലൂടെ കുറ്റവാളികളുടെ രക്ഷാധികാരി ആരെന്ന് വ്യക്തമായതായി രാഹുൽ ഗാന്ധി വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി നീതിയെ കൊല്ലുന്നത് ജനാധിപത്യത്തിന് അപകടകരമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ വ്യക്തമാക്കി. ഗുജറാത്ത് സർക്കാർ ബിൽക്കിസ് ബാനുവിന് സംരക്ഷണവും നഷ്ടപരിഹാരവും നൽകണമെന്ന് കേസിൽ സുപ്രീം കോടതിയെ സമീപിച്ച CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പറഞ്ഞു. സുപ്രീം കോടതി വിധിയിൽ സന്തോഷമുണ്ട്. സ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്ന നേരിയ പ്രതീക്ഷ വിധി നൽകുന്നുവെന്നും സുഭാഷിണി അലി 24നോട് പ്രതികരിച്ചു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ, വളരെ സുപ്രധാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിധിന്യായമാണ്, ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് ബിൽക്കിസ് ബാനു കേസിൽ വന്നിരിക്കുന്നത്. ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ അവരുടെ ശിക്ഷയിൽ ഇളവ് നൽകിയ ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം നിയമപരമായി നിലനിൽക്കുന്നതല്ല, അത് തെറ്റാണ്, അത് റദ്ദാക്കപ്പെടുകയും ചെയ്യുന്നു സുപ്രീം കോടതി വിധിയോടെ. ഈ വിധിന്യായത്തിന്റെ ഉത്തരവിന്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഏതാണ്ട് 56 മിനിറ്റ് 20 സെക്കൻഡ് 23 സെക്കൻഡോ എടുത്തുകൊണ്ടാണ് ജസ്റ്റിസ് BV നാഗരത്ന ഇതുമായി ബന്ധപ്പെട്ട തൻ്റെ വിധി പ്രഖ്യാപനം നടത്തിയത്. അതായത് സമീപകാല ചരിത്രത്തിൽ സുപ്രീം കോടതിയിൽ ഇത്ര നീണ്ട ഒരു വിധി പ്രഖ്യാപനം ഒരു ജഡ്ജി നടത്തിയിട്ടില്ല എന്ന് പറയാം. അത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വിവരിക്കേണ്ടി വന്നത്, പ്രസക്ത ഭാഗങ്ങളല്ലാതെ കാര്യങ്ങൾ വിവരിക്കേണ്ടി വന്നത് എന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് BV നാഗരത്ന ഈ വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സവിസ്തരം തുറന്ന കോടതിയിൽ വ്യക്തമാക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1992 മാനസിക പരിവർത്തനം വന്ന കുറ്റവാളികളെ വിട്ടയക്കാനായിട്ടുള്ള നയം, ആ നയത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഗുജറാത്ത് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ മാനസിക പരിവർത്തനം വന്ന കുറ്റവാളികളെ വിട്ടയക്കുന്ന നയത്തിൽ പിന്നീട് വിമർശനം ഉയരുന്ന ഘട്ടത്തിൽ ഈ ബലാത്സംഗം അടക്കമുള്ള പ്രധാനപ്പെട്ട നിഷ്ഠൂരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവരെ ആ ഗണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതുപോലും പരിഗണിക്കാതെയാണ് ഓഗസ്റ്റ് 11 2022 ഓഗസ്റ്റ് 11 ഈ 11 പേരുടെ വിട്ടയക്കലിന് കാരണമായിട്ടുള്ള ഈ നടപടിക്രമങ്ങൾ ഗുജറാത്ത് സർക്കാർ കൊണ്ടുപോയത്. ഇതിൽ കോടതി ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പല ഘട്ടങ്ങളിലും കോടതിക്ക് മുമ്പിൽ എത്തിയ തെളിവുകൾ വ്യക്തമാക്കുന്നത് ഈ പ്രതികൾക്ക് അനുകൂലമായിട്ട് ഗുജറാത്ത് സർക്കാർ നടത്തിയ ഒത്തുകളിയാണ് എന്നതാണ്. അതിൽ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് നടപടികൾ ഉണ്ടായി. ഒരു പ്രതി കരസ്ഥമാക്കിയ വിധിയുടെ അനുബന്ധ നടപടിയാണ് ഈ ഇളവ് എന്നതുൾപ്പെടെ സൂചിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഗുജറാത്ത് സർക്കാർ നടപടി മുന്നോട്ട് കൊണ്ടുപോയത്. ആ പ്രതി നേടിയ ഉത്തരവ് വസ്തുതാപരമായിട്ട് തെറ്റായ വിവരങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ ഒരു പുനഃപരിശോധനാ ഹർജി നൽകി അക്കാര്യം കോടതി ബോധ്യപ്പെടുത്തുന്നതിന് പകരം ആ പ്രതിക്കൊപ്പം കൂട്ടുനിന്ന് 11 പേരെ വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഗുജറാത്ത് സർക്കാർ നടത്തിയത്. ഇത് നീതിയുടെ താല്പര്യത്തിന് നിരക്കുന്നതല്ല, ജനാധിപത്യത്തിന് വിരുദ്ധമാണ് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളും സുപ്രീം കോടതി ഈ കേസിന്റെ ഭാഗമായിട്ട് വ്യക്തമാക്കി. ഈ വിധിന്യായത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ, അതിലൂടെ കടന്നു പോകുമ്പോൾ ഗുജറാത്ത് സർക്കാർ പ്രതികൾക്ക് ഒപ്പം നിന്നുകൊണ്ട് നിലപാട് സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കപ്പെടുകയല്ലേ? തീർച്ചയായിട്ടുമാണ് ഗോപി. അതിൽ കോടതി പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. അത് ഗുജറാത്ത് സർക്കാരിന് ഇത്തരത്തിൽ ഈ പ്രതികളെ വിട്ടയക്കാനായിട്ടുള്ള അവകാശമില്ല. അത് ഗുജറാത്ത് സർക്കാരിന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഒരു അധികാരം, ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടാണ് ഗുജറാത്ത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടത്. ഇതിന് ഗുജറാത്ത് സർക്കാർ പറയുന്ന ചില ന്യായങ്ങളെയും കോടതി വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ വിചാരണ കോടതിയാണ് ഈ പ്രതികൾക്ക് മാനസിക പരിവർത്തനം വന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായി ഉചിതമായി ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗോദ്ര കോടതിയെ സമീപിച്ചുകൊണ്ട് പ്രതികൾക്ക് അനുകൂലമായി
ദുഃഖകരമാകുന്ന വിധത്തിലേക്കുള്ള ഒരു റിപ്പോർട്ട്, അതും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ കോടതിയെ ബോധിപ്പിക്കാതെ നേടിയത് അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. നീതിയുടെ താല്പര്യത്തിന് നിരക്കുന്നതല്ല എന്ന വിമർശനം ഒരു സർക്കാർ കേൾക്കേണ്ടി വരുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് ഒരുപക്ഷെ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഗുജറാത്ത് സർക്കാരിനെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മുൻപ് സ്വീകരിച്ചത് ഗുജറാത്ത് സർക്കാരിന്റെ വാദങ്ങൾ അപ്പോൾ സ്വാഭാവികമായും ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ, ഈ വിധിയുടെ വെളിച്ചത്തിൽ പ്രതികൾക്ക് തിരികെ ജയിലിലേക്ക് പോകേണ്ടി വരും. അവർ ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ ഇതേ തരത്തിൽ കോടതികളെ സമീപിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ഈ സുപ്രീം കോടതി? കാരണം ഇത് മഹാരാഷ്ട്ര സർക്കാരിന് മാത്രമാണ് ശിക്ഷയിൽ ഇളവ് നൽകാൻ അവകാശമുള്ളത്, അധികാരമുള്ളത് എന്ന് കോടതി പറയുമ്പോൾ അങ്ങനെ ഒരു സാധ്യത ഈ പ്രതികൾക്ക് മുന്നിലുണ്ട് എന്നാണോ, അതോ ഈ വിധിന്യായത്തിന്റെ ഒരു സന്ദർഭത്തിൽ കോടതി അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ? ഗോപി, ന്യായമായിട്ടും അങ്ങനെ ഒരു ശ്രമം ഇന്ന് തന്നെ അവർ നടത്തി. അഴിക്ക് പുറത്ത് നിൽക്കാൻ, ഈ നിയമവിരുദ്ധമാണ് ഉത്തരവ് എന്ന് പറഞ്ഞ ഘട്ടത്തിൽ തന്നെ അഴിക്ക് പുറത്ത് നിൽക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അവർ കോടതി മുമ്പാകെ ആവശ്യപ്പെട്ടത് ഈ പുറത്ത് നിന്നുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാരിന് ഇത്തരത്തിൽ വിടുതൽ ഹർജി നൽകാനായിട്ടുള്ള സാവകാശം അഥവാ അനുമതി നൽകണം എന്നുള്ളതായിരുന്നു. രൂക്ഷമായ ഭാഷയിൽ കാര്യങ്ങൾ ഈ വിഷയത്തെ നിരീക്ഷിച്ച സുപ്രീം കോടതി കുറ്റവാളികളായിട്ടുള്ള 11 പേരും ജയിലിലേക്ക് മടങ്ങിയേ മതിയാകൂ എന്ന് അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. 2 ആഴ്ച സമയപരിധിയാണ് നൽകിയിരിക്കുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ ഇവർക്ക് ജയിലിലേക്ക് മടങ്ങേണ്ടി വരും. ഗോപി, ശരി. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഗുജറാത്ത് സർക്കാർ ബിൽക്കിസ് ബാനുവിന് സംരക്ഷണവും നഷ്ടപരിഹാരവും നൽകണമെന്ന് കേസിൽ സുപ്രീം കോടതിയെ സമീപിച്ച CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി 24നോട് പറഞ്ഞു. It is a day when many of us are feeling reassured that women can hope for some justice, but at the same time we are very conscious of the very powerful forces that are using everything that they have to deny women justice. തുടക്കം മുതലുള്ള അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചാണ് ബിൽക്കിസ് ബാനോ കുറ്റവാളികൾക്ക് ശിക്ഷ വീണ്ടും ഉറപ്പാക്കുന്നത്. പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാകാതിരുന്ന പോലീസ് മുതൽ കുറ്റവാളികളുടെ ശിക്ഷ ഇളവ് ചെയ്യാൻ കരുനീക്കിയ ഗുജറാത്ത് സർക്കാർ വരെ തീർത്ത പ്രതിബന്ധങ്ങൾ ചെറുതല്ല. നിർണായകമായ ഈ കേസിന്റെ നാൾ വഴികളിലേക്ക് ഒരിക്കൽ കൂടി. 2002 ഫെബ്രുവരി 27 ഗുജറാത്തിലെ ഗോദ്രയിൽ ട്രെയിൻ തീവെപ്പിൽ 95 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപമാണ് ബിൽക്കിസ് ബാനു കേസിന്റെ തുടക്കം. 2002 മാർച്ച് 3 വീട്ടിലേക്ക് ഇരച്ചുകയറിയ 30ഓളം കലാപകാരികൾ ബിൽക്കിസ് ബാനുവും അമ്മയുമടക്കം 3 സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തത്. 5 മാസം ഗർഭിണിയായിരുന്നു 21കാരി ബിൽക്കിസ് ബാനു. ബാനുവിന്റെ 3 വയസ്സുകാരി മകളടക്കം 7 കുടുംബാംഗങ്ങളെ സംഘം വധിച്ചു. 1 വർഷത്തോളം മതിയായ തെളിവുകളില്ലെന്ന് പറഞ്ഞ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല. കേസുമായി മുന്നോട്ടു പോകുന്നതിന് ബാനുവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ച ബിൽക്കിസ് ബാനുവിന് അനുകൂലമായി കേസ് അന്വേഷിക്കാൻ CBIയെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം 11 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തു. സാക്ഷികളുടെ സുരക്ഷ പരിഗണിച്ചും തെളിവ് നശിപ്പിക്കപ്പെടുമെന്ന ആശങ്ക മൂലവും അഹമ്മദാബാദിൽ നിന്ന് ബോംബെയിലേക്ക് കേസ് മാറ്റുവാനുള്ള ബിൽക്കിസ് ബാനുവിന്റെ അപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചു. 4 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം 2008 13 പ്രതികളും കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി. 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് CBI ബോംബെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ശിക്ഷയ്ക്കെതിരെ അപേക്ഷ നൽകിയ പ്രതികളുടെ അപ്പീൽ തള്ളിയ ബോംബെ ഹൈക്കോടതി 11 പ്രതികളുടെയും ജീവപര്യന്തം ശിക്ഷ ശരിവച്ചു. 15 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചതിനാൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികളിലൊരാളായ രാധേശ്യാം ഷാ കോടതിയിൽ ഹർജി നൽകി. ശിക്ഷാ കാലയളവിൽ ഇളവ് അനുവദിക്കാനുള്ള അധികാരം സർക്കാരിനാണെന്ന് പറഞ്ഞ കോടതി ഗുജറാത്ത് സർക്കാരിന് വിഷയം വിട്ടു. ശിക്ഷയിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് 2022 സ്വാതന്ത്ര്യദിനത്തിൽ 11 പ്രതികളെയും ഗുജറാത്ത് സർക്കാർ ജയിൽ മോചിതരാക്കി. ഗോദ്ര സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതികൾക്ക് നൽകിയ വരവേൽപ്പ് വൻ വിവാദമായിരുന്നു. റിസർച്ച് ഡെസ്ക് 24.